പറയുന്ന വഖഫ് അല്ല മുനമ്പത്തെ സ്ഥലം എന്ന നിലപാടിപ്പോൾ താങ്കൾക്കുണ്ടോ എന്ന ശരിയായ ചോദ്യം, കൃത്യമായിട്ടുള്ള ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തുണ്ടായപ്പോൾ അദ്ദേഹം അതിൽ പിടിക്കാൻ തയ്യാറായില്ല. അതായത് ഞാൻ നേരത്തെ അക്കാര്യങ്ങൾ പറഞ്ഞതാണല്ലോ, ഇപ്പോൾ ഇത് കുത്തിത്തിരിപ്പുള്ള ചോദ്യമാണ്, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല എന്ന് പറഞ്ഞ് നല്ല മെയ്വഴക്കം കാണിച്ചു പോയി. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യം, 2-3 ദിവസമായിട്ട് ഇന്നലെ അദ്ദേഹം മന്ത്രിസഭാ യോഗത്തിന് ശേഷം വാർത്താസമ്മേളനം നടത്തി, ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയെ കണ്ടതിന് ശേഷം വാർത്താസമ്മേളനം നടത്തി. വളരെ 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 നല്ല ഗംഭീരമായിട്ടുള്ളൊരു മെയ്വഴക്കം അദ്ദേഹം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട്. പിന്നെ ആദ്യ ദിവസങ്ങളാണ്, അത് ആദ്യ ദിവസങ്ങളിൽ ഈ ഒരു ആനുകൂല്യം അദ്ദേഹത്തിന് കിട്ടും. പക്ഷേ ഈ പ്രശ്നങ്ങളെല്ലാം അവരുടെ മുന്നിലേക്ക് ഒന്നിനു പിറകെ ഒന്നായിട്ട് വരാൻ വേണ്ടി പോവുകയാണ്. PMC ആണെങ്കിലും വഖഫ് ആണെങ്കിലും അവർ തീരുമാനമെടുക്കുന്ന കസേരയിലേക്ക് മാറി. ഇവർക്ക് എതിർത്താൽ മതി ഇപ്പുറത്തുള്ള ആളുകൾക്ക്. അപ്പോൾ എന്താണ് ശരിക്കും ഇവർ ചെയ്യുക എന്നത് നിശ്ചയമായിട്ടും ഒരു പ്രശ്നം തന്നെയായിരിക്കും. ഇപ്പോൾ കഴിഞ്ഞ സർക്കാരിന്, നരേന്ദ്രമോദി സർക്കാരിൻ്റെ തീരുമാനങ്ങളോട് നല്ല രാഷ്ട്രീയമായ ധാരണയുണ്ടായിരുന്നു. വലിയ തോതിൽ സമരം നടത്താനൊക്കെ അവരുടെ സംഘം ആ നിലക്കുണ്ടായിരുന്നു. വിദ്യാർത്ഥികൾ തൊട്ട് CPM എന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയും സമരം നടത്തുമായിരുന്നു. ഇപ്പോൾ പക്ഷേ ഇവർ ഇതെങ്ങനെയാണ് ചെയ്യുക? അതായത് നിരന്തരമായിട്ട് സമരം നടത്തിക്കൊണ്ടിരുന്ന, ഇവിടെ മാത്രമേ ഉള്ളൂവെങ്കിലും നിരന്തരമായി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന CPM-നോട് സ്വീകരിച്ച പോലുള്ള അതേ കർക്കശമായുള്ള നിലപാട് കേന്ദ്ര സർക്കാർ പണം നൽകുകയില്ല എന്ന തരത്തിലേക്കൊക്കെ പോകുമ്പോൾ എന്തായിരിക്കും ഈ സർക്കാർ ആ കാര്യത്തിലൊക്കെ സ്വീകരിക്കുക എന്ന എങ്ങനെ മുന്നോട്ട് പോകും എന്നതാ ശരിയായിട്ടുള്ളൊരു കൃത്യമായിട്ടൊരു ആകാംക്ഷ, ജിജ്ഞാസ എനിക്കുണ്ട്. പിന്നെ അദ്ദേഹം തന്നെയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അദ്ദേഹത്തിന് ആ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യലിൽ ധാരണയുള്ള ആളാണ്. അപ്പോൾ ഇപ്പം മോദി വളരെ ചിരിച്ചും സന്തോഷത്തോടെയും പുതിയ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ടാകും. ധനമന്ത്രിയും ഉറപ്പായിട്ടും അക്കാര്യത്തിൽ എന്തെങ്കിലും തടസ്സം പറഞ്ഞിട്ടുണ്ടാവില്ല എന്ന് നമുക്കറിയാം. പക്ഷേ കാര്യത്തോടെടുക്കുമ്പോൾ കേരളത്തിലേക്ക് പണം കിട്ടാൻ വളരെ വളരെ കഷ്ടപ്പാടാണ്. അതിപ്പോൾ CPM മാറി കോൺഗ്രസ് വന്നുകൊണ്ട് ഇപ്പോൾ കുറച്ച് പണം കൊടുത്തേക്കാം, അവർക്ക് അർഹതപ്പെട്ടവൻ കൊടുത്തേക്കാം, ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിക്കില്ല കേന്ദ്രം, BJP സർക്കാർ എന്ന കാര്യത്തിൽ ഇതിനകം തന്നെ നമ്മുടെ മുമ്പിൽ ഒരുപാട് തെളിവുകളുണ്ട്. അപ്പോൾ അതോടൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യും VD സതീശൻ എന്നതാണ് എൻ്റെ ആകാംക്ഷ.